ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ആലപ്പുഴക്കാരുടെ സ്പെഷ്യലായ കരിമീൻ പൊള്ളിച്ചതാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലൊരു 3 ഇടത്തരം കരിമീനുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കത്തി ഉപയോഗിച്ച് 2 സൈഡും ഒന്ന് വരയണം. അപ്പോൾ കരിമീനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ കായലുകളിലൊക്കെ സുലഭമായിട്ട് കണ്ടുവരുന്ന ഫിഷാണ് ഈ കരിമീൻ. എൻ്റെ കയ്യിലുള്ള 3 ഫിഷ് ഓൾമോസ്റ്റ് വരഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലക്കൂട്ട് തയ്യാറാക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലയൊക്കെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ. അപ്പോൾ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കാരണം കുറച്ച് ഡ്രൈ ആയി തോന്നും. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ മസാല മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഫിഷിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്ക് ഈ ഫിഷിനെ ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു കനമുള്ള പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മളുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി മസാല തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു 10 ചെറിയ ഉള്ളി, 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കരിവേപ്പില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 2 വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് സെയിം അതേ പാനിലേക്ക് തന്നെ മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാൻ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വലിയ ഉള്ളി ചേർക്കാം. അതിലേക്ക് നമ്മളുടെ ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മളുടെ മസാലയിൽ ആവി കയറിയിട്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു നുള്ള് കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് എരിവിനാവശ്യമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം.
1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടതാണ്, അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ മസാല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളുടെ ഇല ഒന്ന് വാട്ടിയെടുക്കാം. ഓൾറെഡി ഇത് വാടിയിട്ടുണ്ട് അത്യാവശ്യം, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതായതുകൊണ്ട് അപ്പോൾ കുഴപ്പമില്ല. അത്യാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. അതുകൊണ്ട് ഞാൻ ഏട്ടൻ്റെ ഹെൽപ്പ് ചോദിച്ചതാണ് ഇതൊന്ന് കെട്ടിത്തരാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് ഇത് വാടിയതായതുകൊണ്ട് ചിലപ്പം ബ്രേക്ക് ആയി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏട്ടൻ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മസാല വെക്കാം. ദെൻ അതിലേക്ക് ഫിഷ് ചേർക്കാം. ഫിഷ് വെച്ചു. ഇനി അതിലേക്ക് അതിൻ്റെ മുകളിൽ നമുക്ക് മസാല വെച്ച് കൊടുക്കാം. കാരണം മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം 2 ഫിഷാണ് നമ്മൾ പൊള്ളിച്ചെടുക്കാൻ പോകുന്നത്. അപ്പം ഒരെണ്ണം ഓൾമോസ്റ്റ് സെറ്റായി. അതിന് മുകളിൽ ഞാൻ റൗണ്ടായിട്ട് കട്ട് ചെയ്ത ഒരു ടൊമാറ്റോ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കാം. ഒരെണ്ണം കെട്ടാൻ വേണ്ടിയിട്ടുള്ള നാരുണ്ട്, മറ്റേതിന് കെട്ടാനുള്ള നാരില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫോയിൽ പേപ്പർ വെച്ചിട്ട് കെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളുടെ കരിമീൻ പൊള്ളിക്കാനുള്ളത് 2 സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മളുടെ കരിമീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ 2 സൈഡും നന്നായിട്ട് പൊള്ളുന്നവരെ ഒന്ന് ഇതിൽ വെച്ച് ചൂടാക്കണം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിൽ ഒരു കരിമീൻ ഞാൻ കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെച്ചതായിരുന്നു. അപ്പം ഇതിൽ ജസ്റ്റ് 2-3 ഓണിയൻ റിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം വാഴയിലേക്ക് നല്ല ചൂടുണ്ട്. ജസ്റ്റ് ഇതാണ് ഫൈനൽ ലുക്ക്. നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് 2 ഓണിയനും കൂടെ സൈഡിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.